എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. പ്രമുഖ മണ്ഡലങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നടത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഓരോ ദിവസവും വളരെ നിർണായകമായ മാറ്റങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ നമുക്കറിയാം, ഇന്നലെ 2020 NDAയിൽ ചേരുന്നു. 2020 NDAയിൽ ചേരുന്നതോടുകൂടി സംഭവിക്കുന്നത് മധ്യ കേരളത്തിൽ BJPക്ക് കുറച്ചധികം സീറ്റുകൾ കിട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. കാരണം 2020ക്ക് മാത്രമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്നത് വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ അവർക്ക് കഴിയില്ല. പ്രത്യേകിച്ചും 15% വോട്ടുകളൊക്കെ അവർ നേടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ. അപ്പം 2020യുമായി യഥാർത്ഥത്തിൽ 2020 രൂപീകൃതമായത് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്ന അവരുടെ അഴിമതിയും അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ഒരു നെറികെട്ട ഭരണ സംവിധാനത്തിൽ നിന്ന് മാറി ഒരു അല്ലെങ്കിൽ ഒരു വികസന മുന്നേറ്റം, അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ, അതായിരുന്നു 2020യുടെ ലക്ഷ്യം. സാബു എം ജേക്കബ് 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ തന്നെ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സാബു എം ജേക്കബിനോട് സംസാരിച്ചിരുന്നു, വളരെ ദീർഘനേരം സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ സാബു എം ജേക്കബ് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഒരു വികസിത കേരളമാണ്, അഴിമതിയില്ലാത്ത അത്തരത്തിലുള്ള ഒരു ഭരണം. അത്തരം ഒരു ഭരണത്തിലേക്ക് പോകാൻ സാബു എം ജേക്കബിന് മാത്രം, അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാബു എം ജേക്കബിന്റെ 2020ക്ക് മാത്രം കഴിയില്ല. കിഴക്കമ്പലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, നാല് പഞ്ചായത്തുകളിലാണ് സാബു എം ജേക്കബിന്റെ പാർട്ടിയായ 2020 വിജയം നേടിയത്. 2 ഇടങ്ങളിൽ അവര് 2ാം സ്ഥാനത്തുണ്ട്. അങ്ങനെ അവര് ഏതാണ്ട് 89-90 വാർഡുകളിൽ അവർ വിജയം നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം 2020 എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ പാർട്ടിയൊന്നുമല്ല. അത്ര നിസ്സാരമല്ല അവര്. കാരണം ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള പാർട്ടി തന്നെയാണ് 2020. അപ്പൊ 2020യുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വികസനമാണ് അവരുടെ മുഖ്യ അജണ്ട. അതേപോലെ തന്നെ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ അവർക്ക് ഐക്യപ്പെടാവുന്ന പാർട്ടി BJP ആണ്. കാരണം BJP അല്ലെങ്കിൽ NDA സംബന്ധിച്ചിടത്തോളം NDAയും ലക്ഷ്യം വെക്കുന്നത് വികസിത കേരളമാണ്. അവരുടെ മുദ്രാവാക്യം തന്നെ അതെയാണ്, വികസിത കേരളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു രാഷ്ട്രീയത്തിലെ പെട്ടെന്നുണ്ടായ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് 2020 BJPയുമായി അടുക്കുന്നു എന്ന് പറഞ്ഞാൽ NDAയുടെ ഘടകകക്ഷിയെ മാറുന്നു. ഇന്ന് നമുക്കറിയാലോ, ഇന്ന് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോ നരേന്ദ്രമോദിയുടെ വേദിയിൽ സാബു എം ജേക്കബ് ഉണ്ടായിരുന്നു. സാബു എം ജേക്കബിനെ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയാണ് സാബു ജേക്കബ് ശരിക്കും ഇരിക്കുന്ന ആ വേദിയിൽ ഇരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത് തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയുടെ തൊട്ടപ്പുറത്താണ് സാബു ജേക്കബ് ഇരിക്കുന്നത്. അങ്ങനെ സാബു എം ജേക്കബിനെ തുഷാർ വെള്ളാപ്പള്ളി സാബു എം ജേക്കബിനെ കാണിച്ചു കൊടുക്കുന്നു. പ്രധാനമന്ത്രി കൈ നീട്ടുന്നു, ഇരുവരും കൈപിടിച്ച് കുലുക്കുന്നു, സൗഹൃദം പങ്കിടുന്നു. നേരത്തെ തന്നെ നമുക്കറിയാലോ, യഥാർത്ഥത്തിൽ സാബു എം ജേക്കബ് ഒറ്റയടിക്ക് ഇങ്ങോട്ടേക്ക് NDAയിലേക്ക് വന്നതല്ല, നേരത്തെ അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ വളരെ എന്താ പറയാ, നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ടാണ് 2020 NDAയിലേക്ക് കടന്നു വരുന്നത്. ആ കഥകളൊക്കെ അല്ലെങ്കിൽ അതിന്റെ വരുംവരായികളും അതിന്റെ സാധ്യതകളും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു പ്രാരംഭം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ആ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ, ഓരോ ദിവസത്തെയും ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതാണ്ട് ഒരേ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് നേരെ താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലത് വളരെ പതുക്കെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഏതാണ്ട് വളരെ കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ഒരു 2.5 മാസമാണ് നമുക്ക് മുമ്പിലുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്. ഇവിടെ ഏറ്റവും കൗതുകകരമായ ഒരു മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂർ നിയമസഭാ മണ്ഡലമാണ്. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ആരൊക്കെയാവും മത്സരിക്കുക എന്നുള്ളത് ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. കാരണം CPMലെ നിലവിലുള്ള MLAമാർ അതാത് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണം എന്നാണ് ഏതാണ്ട് ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ PA മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ തന്നെയാവും മത്സരിക്കുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. കാരണം റിയാസിനെ സംബന്ധിച്ചിടത്തോളം ബേപ്പൂര് റിയാസ് കരുതുന്നു, അല്ലെങ്കിൽ CPM കരുതുന്നു, റിയാസിന് ഒരു സുരക്ഷിത മണ്ഡലം തന്നെയാണ് ബേപ്പൂർ എന്നാണ് റിയാസ് കരുതുന്നത്. അപ്പോഴാണ് നമ്മുടെ PV അൻവർ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രമുഖമായ മണ്ഡലം ബേപ്പൂർ തന്നെയാണ്. അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു തന്റെ മത്സരം ബേപ്പൂരിൽ തന്നെയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ അൻവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന അൻവർ ഈ മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകൾ സന്ദർശിക്കുന്നു. അത്തരത്തിൽപ്പെട്ട അൻവറിന്റെ ഭാഗത്ത് നിന്നുള്ള ചില നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അൻവറും തീരുമാനിച്ചിരിക്കുന്നു ബേപ്പൂരാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ബേപ്പൂര് എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് കണക്കുകൾ വെച്ച് നോക്കാം. ഒരു തെരഞ്ഞെടുപ്പിൽ ആർക്കാവും വിജയ സാധ്യത എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രം കിട്ടുക ആരായിരിക്കും അടുത്ത തവണ ബേപ്പൂരിൽ ജയിക്കാൻ വേണ്ടി പോകുന്നത്. സഖാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ബേപ്പൂര് കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ഒന്നും ജയിച്ചിട്ടില്ല. അവിടെ ജയിച്ചത് CPM-കാരാണ്. അതാണ് CPM-കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതായത് റിയാസ് തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് CPM-കാർ പറയാൻ കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ബേപ്പൂര് ഞങ്ങളുടെ സുരക്ഷിതമായ മണ്ഡലമാണ്, ഞങ്ങളുടെ കോട്ടയാണ്. എല്ലാ കോട്ടകളും എല്ലാ കാലത്തും കോട്ടകളായി നിലനിൽക്കണമെന്നില്ലല്ലോ, കോട്ടകൾ തകരാലോ. അപ്പോൾ ഇത്തവണ ഈ കോട്ട ഇടതുപക്ഷത്തിന്റെ കോട്ട എന്നറിയപ്പെടുന്ന ബേപ്പൂർ തകരുമോ? ഞാൻ ആമുഖമായി പറയട്ടെ, എന്റെ നിരീക്ഷണത്തിൽ ഈ കോട്ട തകരും. ഇടതുപക്ഷത്തിന്റെ കോട്ടയായി കരുതുന്ന ബേപ്പൂർ കോട്ട, ഇടതുപക്ഷ കോട്ട തകരാൻ പോകുകയാണ്. ഇവിടെ അൻവറാണ് മത്സരിക്കുന്നതെങ്കിൽ, എതിരാളി റിയാസ് ആണ് എങ്കിൽ തീർച്ചയായും PV അൻവർ ഒരു 10,000 വോട്ടിനും 20,000 വോട്ടിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിന് അൻവർ വിജയിക്കും. എങ്ങനെ? അതാവും നിങ്ങളുടെ ചോദ്യം. എങ്ങനെയാണ് അൻവർ 10,000-നും 20,000-നും ഇടയിലുള്ള വോട്ടിനെ വിജയിക്കാൻ പോകുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ മണ്ഡലത്തിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എങ്ങനെയാണ് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് യഥാർത്ഥ കണക്ക് തന്നെ എടുക്കാം. അപ്പൊ 2021 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ PA മുഹമ്മദ് റിയാസിന് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 82,165 വോട്ടാണ്. ശ്രദ്ധിക്കണേ, 82,165 വോട്ടാണ് റിയാസിന് കിട്ടിയത്. റിയാസിന്റെ ലീഡ് 28,747 ആണ്. എത്രയാണ്? 28,747 വോട്ടിനാണ് കഴിഞ്ഞ തവണ റിയാസ് ജയിച്ചു കയറിയത്. ഒരുപക്ഷെ റിയാസിനെ പിന്താങ്ങുന്നവർക്ക് അല്ലെങ്കിൽ CPM-കാർക്കുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 28,000+ വോട്ടിന് വിജയിച്ച റിയാസിന് ഇത്തവണ റിയാസ് മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ല ഒന്നും പറയുന്നില്ല. മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഒരു മേൽപ്പാലം വരുന്നു, ചെറുവണ്ണൂർ ആ ജംഗ്ഷനിൽ ഒരു മേൽപ്പാലം വരുന്നു. റിയാസ് നടത്തിയ ഇവിടുത്തെ ചില ബോട്ട് റേസ് അല്ലെങ്കിൽ ബേപ്പൂരുമായി ബന്ധപ്പെട്ട ഒരുപാട് വിനോദ സഞ്ചാരവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, അങ്ങനെ റിയാസിന്റെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ട് 28,000 വോട്ട് എന്ന് പറയുന്ന ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാമെന്നാണ് CPM-കാർ കരുതുന്നത്. പക്ഷെ അങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അതിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? 82,165 വോട്ടാണ്. അതായത് ഇതിന്റെ വോട്ടിംഗ് ശതമാനം എടുത്തു കഴിഞ്ഞാൽ 49.73% റിയാസിന് കിട്ടുന്നത്. ഈ റിയാസിന് 28,747 വോട്ട് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ആരായിരുന്നു റിയാസിന്റെ എതിരാളി? PM നിയാസ് ആണ്. ഈ PM നിയാസ് ഇത്തവണ കോൺഗ്രസിലെ അറിയപ്പെടുന്ന ഒരു യുവ നേതാവായ PM നിയാസ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ചിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ചപ്പോൾ തോറ്റുപോയ ആളാണ് PM നിയാസ്. അത് ഈ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള ചില പടലപ്പിണക്കങ്ങളും അവർ തമ്മിലുള്ള കാലുവാരലുകളുടെ ഒക്കെ ഫലമായിട്ടാണ് PM നിയാസ് തോറ്റത് എന്നാണ് കരുതുന്നത്. ഇതിന്റെ പേരിൽ KC ശോഭിതക്കെതിരെ ചില പരാതികൾ ഉണ്ടായി. ശോഭിത എന്ന് പറയുന്നത് KC അബുവിന്റെ മകളാണ്.
അപ്പൊ അത്തരത്തിൽപ്പെട്ട ചില ചില തർക്കങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, റിയാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ PM നിയാസ് എന്ന് പറയുന്നത് ഒരു നല്ല എതിരാളി ആയിരുന്നില്ല. റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ശക്തനായ എതിരാളി ആയിരുന്നില്ല PM നിയാസ്. ഒന്നാമത്തെ കാര്യമാണ്. അതിൽ നിയാസിന് കിട്ടിയ വോട്ട് 53,418 ശ്രദ്ധിക്കണം. റിയാസിന് 82,165 കിട്ടിയപ്പോൾ PM നിയാസിന് 53,418. അങ്ങനെയാണ് 28,747 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്നത്. അവിടെ ഈ ബേപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് BJP-കാർക്ക് അത്യാവശ്യം നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് കേട്ടോ. കഴിഞ്ഞ തവണ അവിടെ KP പ്രകാശ് ബാബു, അറിയാലോ, നല്ല തീപ്പൊരി നേതാവാണ്, BJP-യിലെ തീപ്പൊരി നേതാവാണ് KP പ്രകാശ് ബാബു. TV ചർച്ചകളിലൊക്കെ സുപരിചിതമായ മുഖമാണ് KP പ്രകാശ് ബാബു. പ്രകാശ് ബാബുവിന് 26,267 വോട്ട് കിട്ടിയിരുന്നു. 26,267 വോട്ടുകൾ പ്രകാശ് ബാബുവിന് കിട്ടിയിരുന്നു. അതായത് 15.90% കേട്ടോ. 15.9% വോട്ടുകൾ BJP-ക്ക് കിട്ടിയിരുന്നു. ഇനി അവിടെ SDPI ഉണ്ട് കേട്ടോ. SDPI അത്ര വലിയ ശക്തിയൊന്നുമില്ലെങ്കിലും 229 വോട്ട് SDPIക്ക് കിട്ടിയിരുന്നു. പിന്നെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ വളരെ ചുരുങ്ങിയ വോട്ടുകളാണ് കിട്ടിയത്. ഇത് 2021 കഴിഞ്ഞ തവണത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് 2016 നോക്കാം. 2016 എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. 2016 അവിടെ മത്സരിച്ചിരുന്നത് കോഴിക്കോട്ടുകാരുടെ പ്രിയങ്കരനായ VKC ആയിരുന്നു. അറിയാലോ, VKC അറിയാത്ത ആൾക്കാർ കോഴിക്കോട്ടല്ല, കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ പാദരക്ഷാ നിർമ്മാണ സ്ഥാപനത്തിന്റെ എന്താ പറയാ, അതിന്റെ MD ആയ, അതിന്റെ സാരഥിയായ, MD അല്ല, അതിന്റെ സാരഥിയായ, അതിന്റെ തുടക്കക്കാരനായ VKC മുഹമ്മദ് കോയ, വളരെ വളരെ സ്വീകാര്യനായ ജനപ്രിയനായ VKC ആയിരുന്നു. 2016 മത്സരിച്ചത്. VKC കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 69,114 69,114, അതായത് 44.39% വോട്ടുകൾ കേട്ടോ. ഇവിടെ അന്ന് VKC എതിർത്തിരുന്നത് ആദം മുൽസി ആയിരുന്നു. കോൺഗ്രസിലെ ആദം മുൽസി അത്രമാത്രം എന്താ പറയാ, ഒരു ക്രൗഡ് പുള്ളർ ഒന്നുമല്ല, അല്ലെങ്കിൽ അത്ര ആ രീതിയിലുള്ള നിയാസിന്റേതുപോലുള്ള അത്രയും പോലും സ്വീകാര്യനായ ഒരാളായിരുന്നില്ല ആദം മുൽസിക്ക് 54,751 വോട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ലീഡ് 15,000 വോട്ട്. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം അന്ന് VKC കിട്ടി. അപ്പം അറിയാലോ, 28,000 വോട്ട് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം. അതിന്റെ മുമ്പത്തെ തവണ 2016 15,000 ഭൂരിപക്ഷം കുറയുന്നേ. അന്നും നമ്മുടെ BJP-ക്ക് 27,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 27,000 വോട്ട് എന്നുള്ള രീതിയിലാണ് BJP പിടിച്ചിരുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ തൊട്ട് തല തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2011 തിരഞ്ഞെടുപ്പ്. 2011 എളവരം കരീം, നമ്മുടെ കരീംക്കയായിരുന്നു അന്ന്. കരീംക്ക പിന്നീടാണ് എളവരം കരീം എന്ന ഇക്കാക്കയായി മാറിയത്. ഇക്കാക്കയായി മാറിയപ്പോഴാണ് ആൾക്കാർക്ക് ഓടിച്ചത്. ഒരു ഇക്കാക്കയായിട്ടും വരണ്ട, എളമരം കരീം ആരാണ് എന്ന് കോഴിക്കോട്ടുകാർക്ക് അറിയാം. എളമരം കരീമിന് എവിടെ നിന്നാലും ഞങ്ങൾ ഇവിടെ തോൽപ്പിച്ചു വിടുമെന്ന് കോഴിക്കോട്ടുകാർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അത് വേറെ കാര്യം. ഞാൻ എളമരം കരീമിലേക്ക് കടക്കുന്നത്. എളമരം കരീമിന് 2011 കിട്ടിയ വോട്ട് 60,550 60,550. ലീഡ് എത്രയെന്ന് അറിയാം, 5,316 എന്ന് പറഞ്ഞാൽ അന്നും ആദം മുൽസി ആയിരുന്നു എതിർത്തത്. ആദം മുൽസിക്ക് 55,000. അതായത് ആദം മുൽസി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒട്ടും എന്താ പറയാ, അത്ര ഒരു ജനപ്രിയനൊന്നും അല്ലാത്ത ഒരു നേതാവുമായി മത്സരിച്ചിട്ടും എളമരം കരീം കഷ്ടി 5,316 വോട്ട് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എപ്പോ 2011 അന്ന് KP ശ്രീശൻ ആയിരുന്നു. KP ശ്രീശൻ BJP-യിലെ പ്രമുഖ നേതാവാണ്. KP ശ്രീശന് അന്ന് 11,000 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. ഒരു പക്ഷേ അത് BJP-യെ സംബന്ധിച്ചിടത്തോളം 2011 ഒരു 14-15 വർഷം മുമ്പുള്ള BJP-യുടെ ഒരവസ്ഥ ഇതായിരുന്നു. അതിനുശേഷമാണല്ലോ BJP-യുടെ ഒരു വോട്ടിംഗ് ശതമാനം BJP വർദ്ധിപ്പിക്കുന്നതിന് ശേഷമാണ്. അപ്പൊ അന്ന് 11,040 വോട്ടാണ് അന്ന് കിട്ടിയത്. വീണ്ടും നമുക്ക് പുറകോട്ട് പോകാം. 2006 അന്നും നമ്മുടെ കരീംഖ ആണ് മത്സരിച്ചത്. കരീംഖക്ക് കിട്ടിയത് 69,798 വോട്ട്. അന്നത്തെ ലീഡ് 19,618. 19,618. അപ്പൊ ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ബേപ്പൂരിന്റെ ഒരു ഭൂരിപക്ഷത്തിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി CPM ആണ് ജയിക്കുന്നതെന്നൊക്കെ ശരി തന്നെ. 28,000 നിന്ന് 15-ലേക്ക് താഴുന്നു. 15-ൽ നിന്ന് വീണ്ടും 5,000-ലേക്ക് താഴുന്നു. 5,000-ൽ നിന്ന് വീണ്ടും 19,000-ലേക്ക് ഉയരുന്നു. അപ്പൊ ആ രീതിയിൽ താന്നും പൊന്തിയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കോട്ടയൊന്നും അല്ല ബേപ്പൂര് കേട്ടോ.
അങ്ങനെ 19,618 വോട്ട് എളമരം കരീമിന് കിട്ടി. അന്ന് എളമരം കരീമിന് എതിരായി മത്സരിച്ചത് ഉമ്മർ പാണ്ഡ്യശാലയായിരുന്നു. ഉമ്മർ പാണ്ഡ്യശാലക്ക് 50,180 വോട്ടും എളമരം കരീമിന് 69,798 വോട്ടുമായിരുന്നു കിട്ടിയത്. അന്നും ശ്രീശനായിരുന്നു BJP സ്ഥാനാർത്ഥി. ശ്രീശൻ ഏതാണ്ട് അതേപോലെ തന്നെ 12,667 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. നമ്മൾ 2001 പോകാം. 2001 VKC ആയിരുന്നേ. 2001 മത്സരിച്ച് ജയിച്ചതും VKC ആണ്. VKCക്ക് അന്ന് 62,636 വോട്ട്. VKCയുടെ അന്നത്തെ ലീഡ് 5,071 മായനാജി ആയിരുന്നു, MC മായനാജി ആയിരുന്നു അന്ന് VKC എതിർത്തത്. മായനാജിക്ക് 57,565 വോട്ട്. അന്ന് നമ്മുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, പ്രശസ്ത സാഹിത്യകാരനായ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയായിരുന്നു അന്ന് BJPയുടെ സ്ഥാനാർത്ഥി കേട്ടോ. കുഞ്ഞിക്കക്ക് അന്ന് കിട്ടിയത് ഏതാണ്ട് ശ്രീശനൊക്കെ കിട്ടിയ വോട്ട് തന്നെ 11,000 വോട്ട്. 10,934 വോട്ടാണ് കുഞ്ഞിക്കക്ക് ആ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഇനി പിന്നോട്ട് പോകാം. 1996 നമ്മുടെ ഹംസാക്ക TK ഹംസയായിരുന്നു ബേപ്പൂർ മത്സരിച്ചത്. ഹംസാക്ക് കിട്ടിയത് 62,144 വോട്ട് എന്ന് പറഞ്ഞാൽ ലീഡ് 12,096 വോട്ട്. അന്ന് ഉമ്മർ പാണ്ഡ്യശാലയായിരുന്നു അന്ന് ഹംസയെ എതിരിട്ടത്. ഉമ്മർ പാണ്ഡ്യശാലക്ക് 50,048 വോട്ട്. BJPക്ക് അന്ന് കിട്ടിയത് 14,000 വോട്ട്. ഓക്കെ, വീണ്ടും നമുക്ക് പിന്നോട്ട് പോകണമെങ്കിൽ പിന്നോട്ട് പോകാം, അല്ലെങ്കിൽ നിർത്താം. കുറച്ചും കൂടി പിന്നോട്ട് പോകാം അല്ലേ. 1991 സ്ഥിതി അന്നും TK ഹംസയായിരുന്നു. TK ഹംസ 66,683 വോട്ട്. 6,270 വോട്ടുകൾക്ക് ഭൂരിപക്ഷം. അന്ന് നമ്മുടെ ആ കോലി സഖ്യത്തിന്റെ കാലമാണ് കേട്ടോ. കെ മാധവൻകുട്ടി ആയിരുന്നു പൊതു സ്ഥാനാർത്ഥി, സ്വതന്ത്രൻ പ്രതിപക്ഷ സ്ഥാനാർത്ഥി. കെ മാധവൻകുട്ടിക്ക് കിട്ടിയത് 60,413 വോട്ട്. 60,413 വോട്ട്. 6,270 വോട്ടിന് നമ്മുടെ TK ഹംസ ജയിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ബേപ്പൂരിന്റെ ചരിത്രം കേട്ടോ. അപ്പൊ ഈ ബേപ്പൂരിന്റെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ബേപ്പൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി CPM-ന്റെ സ്ഥാനാർത്ഥികളാണ് ജയിക്കുക. കോട്ട എന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണ്ട, കാരണം അങ്ങനത്തെ കോട്ടയൊന്നല്ല. ഈ 28,000 വോട്ടാണ് കഴിഞ്ഞ തവണ റിയാസിന് കിട്ടിയ ഭൂരിപക്ഷം. അതിന്റെ തൊട്ട് പിന്നില്, അല്ലെങ്കിൽ അതിന്റെ തൊട്ടിന്റെ മുന്നിലെ തെരഞ്ഞെടുപ്പില് അത് 15,000 ആയിരുന്നു. അതിന്റെ മുന്നേ 5,000 ആയിരുന്നു. പിന്നെ 19 പോയി. അങ്ങനെ ഏറിയും കുറഞ്ഞും ഒക്കെയാണ് CPM സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടിയത് കേട്ടോ. ഇത്തവണ PV അൻവർ മത്സരിക്കുമ്പോൾ PV അൻവറിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതുവരെ CPM സ്ഥാനാർത്ഥികൾക്ക് ഇപ്പം റിയാസ് എന്ന് പറയുന്നത്, റിയാസിന്റെ ഒരു പ്രാഗൽഭ്യം ഞാൻ കുറച്ച് കാണിക്കുന്നൊന്നുമില്ല. പിണറായി വിജയന്റെ മരുമകൻ എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു നല്ല പ്രതിച്ഛായയോടെയാണ് മുഹമ്മദ് റിയാസ് മത്സര രംഗത്തുള്ളത് കേട്ടോ. അതേ അവസരത്തിൽ ഇതിന്റെ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും അത്ര കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല. റിയാസിനേക്കാൾ ജനപ്രീതിയുള്ള, റിയാസിന് ഒരുപാട് മൈനസ് വോട്ടുകളൊക്കെ കിട്ടും. റിയാസിനെതിരെ ഒരുപാട് പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പുള്ള നേതാക്കന്മാരല്ല, നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ചെറിയ നേതാക്കന്മാര്, ബാക്കിയുള്ള അണികളൊക്കെ 100% റിയാസിനെ പിന്തുണ പ്രഖ്യാപിച്ച ആൾക്കാരൊന്നല്ല CPM-ന്റെ ഉള്ളിലുള്ളത്. റിയാസിനെതിരെ ഒരുപാട് കുത്തും ചവിട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ റിയാസിനെതിരെ ഒരുപാട് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകളുണ്ട്. പക്ഷെ VKC ഉള്ള കാലത്ത് VKCക്ക് റിയാസിനേക്കാൾ ഒരു ജനപ്രിയനായിരുന്നു. CPM-ന്റേതല്ലാത്ത വോട്ടുകൾ ഇപ്പൊ റിയാസ് ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് എന്റെ സ്വന്തം നിലയിൽ ഒരു 10,000 വോട്ട് കിട്ടുന്നു. സ്വന്തം നിലയിൽ റിയാസിന് 10,000 വോട്ട് കിട്ടുകയാണെങ്കിൽ VKCക്ക് 10,000 അല്ല 1,00,000 വോട്ട് സ്വന്തം നിലയിൽ കിട്ടും എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനപ്രിയനാണ് VKC. അപ്പം റിയാസിന്റെ മുന്നേ അവിടെ മത്സരിച്ച VKC ആവട്ടെ, എളമരം കരീം ആവട്ടെ, TK ഹംസയാവട്ടെ, ആരും അത്ര മോശക്കാരൊന്നായിരുന്നില്ല. അതേ സമയത്ത് എതിർ സ്ഥാനാർത്ഥികൾ അത്രമാത്രം പ്രാഗൽഭ്യമുള്ളവരായിരുന്നില്ല. ഉമ്മർ പാണ്ഡ്യശാലയാവട്ടെ, PM നിയാസ് ആവട്ടെ, ആദം മുൽസി ആവട്ടെ, ഇവരൊന്നും അത്രമാത്രം ഒരു എന്താ പറയാ ആക്രമണോത്സുകതയോടെ മണ്ഡലം പിടിക്കാനുള്ള ഒരു കാലിബറുള്ള നേതാക്കന്മാരായിരുന്നില്ല ഈ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ സ്ഥാനാർത്ഥികൾ. ഇവിടെയാണ് PV അൻവർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ചിത്രം മാറുകയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 10,000 വോട്ട് മുതൽ 20,000 വോട്ട് വരെ അൻവർ ഭൂരിപക്ഷം നേടും. ഇവിടെ റിയാസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ റിയാസ് 10,000 വോട്ടിനോ അല്ലെങ്കിൽ 10,000 വോട്ടിന്റെയും 20,000 വോട്ടിന്റെ ഇടയിലുള്ള വോട്ടുകൾക്ക് തോറ്റമ്പും ഉറപ്പാണ്. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇതുവരെ CPM സ്ഥാനാർത്ഥികളെ എതിരിട്ട സ്ഥാനാർത്ഥികളെക്കാൾ ആക്രമണോത്സുകതയുള്ള,
പൈസ ചെലവാക്കാൻ ഒരു മടിയുമില്ലാത്ത ഇഷ്ടം പോലെ എന്താ പറയാ അനുയായികളുള്ള, ഏത് തരത്തിലുള്ള അനുയായികൾ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന അനുയായികളുള്ള ഈ മരുമോനിസവും പിണറായിസത്തിനും അന്ത്യം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ച, അങ്ങനെ അന്ത്യം കുറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു കാലത്ത്, അതായത് CPM-നുള്ളിൽ തന്നെ പിണറായിസത്തിന് അന്ത്യം കുറിക്കണം, മരുമോനിസത്തിന് അന്ത്യം കുറിക്കണം എന്ന വിചാരമുള്ള ആളുകൾ ഒരുപാടുള്ള ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന, അതിനു വേണ്ടിയിട്ടാണ് എന്റെ ജീവിതം എന്ന് പറയുന്ന PV അൻവർ മത്സരത്തിനിറങ്ങുമ്പോ ഈ PV അൻവറിന്റെ ഒരു പ്രസംഗ വൈഭവവും അദ്ദേഹത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ്, നമുക്കറിയാലോ ആ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ അൻവർ പ്രകടിപ്പിക്കുന്ന ഒരു ക്രൗര്യവും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു എന്താ പറയാ ആവേശം, അല്ലെ, അണികളെ ആവേശത്തിലാക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് അൻവറിൽ. പ്രത്യേകിച്ചും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ബേപ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കുക എന്നുള്ളത് കവിഞ്ഞ് അൻവറിന് വേറെ പരിപാടിയില്ല. അൻവർ എന്തെങ്കിലും കാരണവശാൽ അൻവർ തോറ്റുപോയാൽ അതോടുകൂടി അൻവർ തീർന്നു. അപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അൻവർ തന്റെ കയ്യിലുള്ള റിസോഴ്സ് മുഴുവൻ ഇതിനു വേണ്ടി ചെലവാക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ മത്സര രംഗത്ത് അൻവർ വരുമ്പോൾ തീർച്ചയായും മരുമോന്റെ ഗ്രാഫ് താഴും, മരുമോൻ ദുർബലരാകും. ഇപ്പം തന്നെ ഇന്നത്തെ ഏതോ ഒരു പത്രത്തില് ഇന്നത്തെ മാതൃഭൂമിയുടെ ഉള്ളിലെ പേജിൽ 4-ാം പേജിൽ ഒരു വാർത്തയുണ്ട് കേട്ടോ. ബേപ്പൂരിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം, വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും സ്ഥാനാർത്ഥിയാകാം മന്ത്രി റിയാസ് ആദ്യമായി പ്രതികരിക്കുകയാണ്. മന്ത്രി റിയാസ് പറയാണ്, എന്താണ്, UDF സ്ഥാനാർത്ഥിയായി PV അൻവർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന പ്രചാരണത്തിൽ പ്രതികരിച്ച് ബേപ്പൂർ MLA-യും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കു വേണമെങ്കിലും മത്സരിക്കാമെന്നും ആര് സ്ഥാനാർത്ഥിയായാലും 2021-നേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ബേപ്പൂരിൽ LDF വിജയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ LDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. കോഴിക്കോട് 13 സീറ്റും LDF നേടുമെന്നൊക്കെയാണ് റിയാസ് പറയുന്നത്. റിയാസ് പിന്നെ അങ്ങനെ പറയുള്ളൂ, അല്ലാതെ പിന്നെ ഞാൻ അവിടെ പൊട്ടിപ്പോകുന്നൊന്നും പറയില്ലല്ലോ. പക്ഷേ റിയാസിന്റെ ഈ ഒരു പ്രതികരണത്തിൽ പോലും ഒരു പരാജയത്തിന്റെ ഒരു ചുവയുണ്ട്. ആർക്ക് വേണമെങ്കിലും മത്സരിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് റിയാസ് പതറിയിട്ടുണ്ട്. ആ പതറിച്ച എന്ന് പറയുന്നത് റിയാസിന്റെ തുടർന്നുള്ള ഇപ്പൊ അടുത്ത കാലത്തൊന്നും റിയാസ് ആ രീതിയിലുള്ള ഒരു എന്താ പറയാ ചാടിക്കേറിയുള്ള പ്രതികരണത്തിനൊന്നും റിയാസ് നിൽക്കുന്നില്ല കേട്ടോ. അപ്പൊ അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം. ഇവിടെ അൻവർ അല്ല ആര് മത്സരിച്ചാലും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ താഴെ ഇറക്കുക. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയന്റെ നാറിയ ഭരണം, ഈ ധൂർത്ത്, ഈ അഴിമതി, ഇയാളുടെ ഈ മുരടത്തരം, ഇയാളുടെ തൊണ്ടിത്തരം, നാറിത്തരം അത് തീർക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ കോൺഗ്രസിലും BJP-യിലും ലീഗിലും പാർട്ടിക്കുള്ളിലും CPM-നുള്ളിലും പ്രബലരാണ്. അങ്ങനെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അതിവിടെ അലയടിക്കുകയാണ് കേട്ടോ. പിന്നീട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഞാൻ പറയണ്ടല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സ് മാത്രമല്ല നോവിപ്പിച്ചത്, ഇവിടുത്തെ മറ്റു മതസ്ഥരുടെ, ഇസ്ലാമിക വിശ്വാസികളുടെയും ക്രിസ്ത്യൻ വിശ്വാസികളുടെയും ഒക്കെ മനസ്സ് വേദനിപ്പിച്ച ഒരു സംഭവമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ഇപ്പം ഇന്നലെ നിയമസഭയിൽ KK ശൈലജയും MP രാജേഷും ശിവൻകുട്ടിയും ഒക്കെ സ്വർണം കട്ടവരാരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്നൊന്നും ഇവര് നിലവിളിച്ചിട്ട് കാര്യമില്ല, തൊണ്ട പൊട്ടും എന്നുള്ളതല്ലാതെ. അതായത് സ്വർണം കട്ടത് കോൺഗ്രസ്സുകാരാണ് ഈ പറയുന്ന പൊട്ടന്മാര് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം അകത്ത് കിടക്കുന്നത് ആരൊക്കെയാണ്. പത്മകുമാർ, N വാസു, അല്ലേ, മുരാരി ബാബു, വിജയകുമാർ, ഇവരൊക്കെ ഇവരൊക്കെ ഒക്കെ CPM-ന്റെ നേതാക്കന്മാർ, CPM-ന്റെ നല്ല മൂത്ത നേതാക്കന്മാർ. ഇവരാണ് ഉള്ളിൽ കിടക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് സ്വർണം കട്ടവരാരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ. ഏത് കോൺഗ്രസ്? എന്ത് കോൺഗ്രസ്? എവിടുത്തെ കോൺഗ്രസ്സുകാർ ആരെങ്കിലും അകത്ത് കിടക്കുന്നുണ്ടോ? അത് കിടക്കുന്നത് മുഴുവൻ സഖാക്കളല്ലേ. അപ്പൊ ഇവരുടെ തൊലിക്കട്ടി, ഉളുപ്പില്ലായ്മ, അത് പോട്ടെ, അതിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമ്മളെ ഈ ട്രാക്ക് മാറിപ്പോകും. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇവിടെ നല്ല ഭരണവിരുദ്ധ വികാരം
എങ്ങനെയെങ്കിലും ഈ പിണറായി ടീമിനെ തോൽപ്പിക്കണം. പിണറായി ടീമിനെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ മരുമോനെ തോൽപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു വിഭാഗം വോട്ടർമാരുടെ ഒരു പ്രതിജ്ഞയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ സംഘടന, ഇവിടുത്തെ എ പി സുന്നികൾ, അവർ ഇത്രയും കാലം പിണറായി വിജയനെ ജയ് വിളിച്ചു നടക്കുകയായിരുന്നു. അവർ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. എ പി വിഭാഗം, ഈ ബേപ്പൂർ മണ്ഡലത്തിൽ എ പി വിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ് എ പി വിഭാഗം. ആ എ പി വിഭാഗം തീരുമാനിച്ചിരിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ സമദൂരൊക്കെയാണെന്നൊക്കെ നമ്മുടെ ഉസ്താദ് പറയുമെങ്കിലും എ പി വിഭാഗവും ലീഗുമായിട്ടുള്ള ഒരു അകൽച്ച മാറിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഈ തിരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തുകൊണ്ട് PV അൻവർ 10,000 മേൽ വോട്ടുകൾക്ക് ഇവിടെ ജയിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാരണങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഈ മണ്ഡലത്തിലെ എ പി സുന്നികളുടെ പിന്തുണ PV അൻവറിനായിരിക്കും, അല്ലാതെ ഈ റിയാസിനായിരിക്കില്ല. കാരണം അവർ ഇടതുപക്ഷവുമായി പിണറായി വിജയനുമായുള്ള ഒരു അടുപ്പം അത് കുറഞ്ഞിരിക്കുന്നു. അത് പറയാനുള്ള കാരണം അവർ ലീഗുമായി നേരത്തെ ഉണ്ടായിരുന്ന അകൽച്ചയൊക്കെ മാറിയിരിക്കുന്നു. ഇവരുടെ കേരള യാത്ര, ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കേരള യാത്രയിൽ കുഞ്ഞാലിക്കുട്ടി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാരും അതിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 10,000+ വോട്ടുകൾക്ക് അൻവർ ജയിക്കാൻ പോകുന്നത്. മണ്ഡലത്തിൽ എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഈ സമസ്ത ആർക്കൊപ്പമായിരിക്കും? ലീഗിനൊപ്പമായിരിക്കും, എന്ന് പറഞ്ഞാൽ അൻവറിനൊപ്പമായിരിക്കും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ: എ പി വിഭാഗത്തിന്റെ പിന്തുണ, മറ്റൊന്ന് ശക്തമായ ഭരണവിരുദ്ധ വികാരം, മരുമോനിസം അവസാനിപ്പിക്കാനുള്ള ആൾക്കാരുടെ ദൃഢമായ വാഞ്ച, ആഗ്രഹം, ഉത്കടമായ ആഗ്രഹം, മറ്റൊന്ന് PV അൻവർ എന്ന് പറയുന്ന ആക്രമണോത്സുകനായ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്രൗഡ് പുള്ളറായ ആ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം. ഇത് 3 ചേരുമ്പോൾ പിന്നെ പാർട്ടിക്കുള്ളിൽ റിയാസിനെതിരായ മുറുമുറുപ്പുകൾ, ഇതെല്ലാം ചേരുമ്പോൾ 10,000+ വോട്ടുകൾക്ക്, 20,000 വരെ വോട്ടുകൾക്ക് ആര് ജയിക്കാം? PV അൻവർ ജയിക്കാം. ഇവിടെ ഒരു പക്ഷയുണ്ട് കേട്ടോ, ഒരു പക്ഷേ. ആ പക്ഷേ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടുത്തെ BJP വോട്ടുകളാണ്. ഞാൻ ഈ നേരത്തെ കണക്കുകളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. കഴിഞ്ഞ തവണ 26,000 വോട്ടുകൾ, അതിന് തൊട്ട് മുൻപ് 27,000 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു 26,000 വോട്ടുകൾ. ഇപ്പം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ അതുകൂടി നമുക്ക് നോക്കണേ. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ മണ്ഡലം ഉൾപ്പെട്ട പഞ്ചായത്തുകളിൽ BJPക്ക് നേരത്തെ പറഞ്ഞ 26,000-27,000 വോട്ടുകളുടെ തന്നെ ഒരു അത്തരം വോട്ടുകൾ BJPക്ക് ഉണ്ട്. അതേ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. 28,000 വോട്ടിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിയാസ് ജയിച്ചതെങ്കിലും ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ട് കണക്കെടുപ്പുമായി നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 1,340 വോട്ട്, അങ്ങനെയാണ്. 2 രീതിയിലുള്ള കണക്കുകൾ ഉണ്ട്. ഒന്ന്, ഒരു 1,340 വോട്ടിന് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. നേരെ പറഞ്ഞ് മറ്റൊരു കണക്ക് ഏതാണ്ട് ഒരു 300 വോട്ടിൽ താഴെ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള 2 കണക്ക്. എന്തായാലും 1000 വോട്ട് അങ്ങനെ നമുക്ക് കണക്കാക്കാം. ഒരു 1000 വോട്ടിന്റെ ഒരു മേൽക്കൈ മാത്രമേ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFനുള്ളൂ. അതേ സമയത്ത് BJPക്ക് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് ഒരു 26,000-27,000 വോട്ട് അവർക്ക് സ്വന്തമായിട്ടുണ്ട്. പ്രത്യേകിച്ചും അതൊരു 30,000 വോട്ടിലേക്കൊക്കെ അവര് വർദ്ധിപ്പിക്കാം. അങ്ങനെ ശക്തനായ ഒരു BJP സ്ഥാനാർത്ഥി ഇപ്പം കേൾക്കുന്നത് KP ശ്രീശനാണ്. ശ്രീശൻ നല്ല സ്ഥാനാർത്ഥിയൊക്കെ തന്നെയാണ്. പക്ഷെ ശക്തനാണോ എന്ന് ചോദിച്ചാൽ അത്ര ശക്തനൊന്നുമല്ല. പക്ഷെ ശ്രീശൻ വരുമോ നമുക്കറിയില്ല. പ്രകാശ് ബാബു വീണ്ടും വരുമോ എന്നറിയില്ല. നമുക്ക് ആരാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചിട്ടില്ല. BJPക്ക് ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവിക്കും. 10,000 വോട്ടിനും 20,000 വോട്ടിനും ഇടയിൽ PV അൻവർ ജയിക്കും എന്ന് പറഞ്ഞാൽ ഈ BJPക്കുള്ളിൽ ഒരു പിണറായി വിരുദ്ധ വികാരം ഉണ്ടല്ലോ. പിണറായി വിരുദ്ധ വികാരം, മരുമോൻ വിരുദ്ധ വികാരം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് കൊള്ള നടത്തിയത് മുഴുവൻ സഖാക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ BJPക്കാരുടെ മനസ്സിന്റെ ഉള്ളിൽ
CPM വിരുദ്ധ വികാരമുണ്ട്. അവിടെ തങ്ങളുടെ സ്ഥാനാർത്ഥി പ്രത്യേകിച്ചും നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. ബേപ്പൂർ എന്തായാലും BJP പിടിച്ചടക്കുമെന്നൊന്നും നമ്മൾ ആരും കരുതുന്നില്ല. BJP കാരും കരുതുന്നില്ല. അവർ വോട്ടിംഗ് ശതമാനം ഉയർത്താനുള്ള ഒരു ശ്രമത്തിലായിരിക്കും അവര്. പക്ഷെ അവർക്ക് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തണോ, അതല്ല മരുമോനെ തോൽപ്പിക്കണോ, പിണറായിയുടെ മണ്ടക്കിട്ടൊരു അടി കൊടുക്കണോ, അതല്ല തങ്ങൾക്ക് ബേപ്പൂര് അത്യാവശ്യം വോട്ടിംഗ് ശതമാനം ഉയർത്തണമെന്ന് ചോദിച്ചാൽ BJP കാരുടെ മനസ്സിന്റെ ഉള്ളിൽ പിണറായി വിജയന്റെ മണ്ടക്കിട്ട് അടിക്കുക എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥാനാർത്ഥി അല്ല എങ്കിൽ BJP കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 20,000 ചിലപ്പോൾ 25,000 വോട്ടിന് തന്നെ ഭൂരിപക്ഷത്തിന് ആര് ജയിക്കും? PV അൻവർ ജയിക്കും. ഇതാണ് ബേപ്പൂർ മണ്ഡലത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ എന്റേതായ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഈ കണക്ക് പറയുന്നത്. ഈ ബോധ്യം വന്നത് ഈ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പരിസരത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അടിയൊഴുക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിക്കൊണ്ട് കണക്കുകളുടെ ഒരു പൂർണ്ണമായ കണക്കുകളുടെ ഒരു ബലത്തിലാണ് ഞാൻ പറയുന്നത്. ബേപ്പൂരിൽ PV അൻവർ എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിനെ മലർത്തിയടിക്കും. ഒരു സംശയവുമില്ല. BJP കാർ കളിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലോസ് ഞാൻ വെക്കുന്നുണ്ട്. BJP കാർ അവിടെ പരമാവധി വോട്ട് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു മാജിക് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ, എന്നാലുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം ചിലപ്പോൾ കുറഞ്ഞേക്കും. ഒരു 5,000 വോട്ടിനും 6,000 വോട്ടിനും ആയിരിക്കും ചിലപ്പോൾ PV അൻവർ ജയിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇനി നമുക്ക് മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 മാസം 3 മാസം ബാക്കിയുണ്ട് അല്ലെ? ഈ 3 മാസത്തിനിടയിൽ ഇനി എന്തൊക്കെ അടിയൊഴുക്കുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനനുസരിച്ച് ഈ കണക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. അത് സ്വാഭാവികമാണല്ലോ. പക്ഷെ ഈ 3 മാസത്തിനിടയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ CPMനെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇനി ഈ സ്വർണ്ണക്കൊള്ളയിൽ ആരൊക്കെ പിടിയിലാകും, കടകംപള്ളി എപ്പം പിടിയിലാകും എന്ന് ചോദിച്ചാൽ മതി. അതിന്റെ പിന്നാലെ വാസവൻ, അതിന്റെ പിന്നാലെ കാരണഭൂതം, EDയുടെ അറസ്റ്റ്, മുഖ്യമന്ത്രിയുടെ മോളുടെ FSIO അവിടെ കിടക്കുന്നു, ലാവ്ലിൻ വേറെ കിടക്കുന്നു. ഒട്ടും സുരക്ഷിതമല്ല, ഒട്ടും സേഫ് അല്ല CPMന്റെ സ്ഥിതി. അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയുമാണ് ബേപ്പൂർ മണ്ഡലത്തിലെ കാര്യങ്ങൾ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു മണ്ഡലത്തിലെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യാം. എല്ലാവരും ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണം. നമുക്ക് അത്തരത്തിലുള്ള ഒരു സംവാദം അല്ലെ. ഈ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന ബോധ്യമൊന്നും എനിക്കില്ല. ഞാൻ എന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിശകലനം നടത്തുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്കതിനെ എതിർക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കുകൾ അവതരിപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സാധ്യതകൾ അവതരിപ്പിക്കാം, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പറയാം. എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു പ്രതികരണം സാധ്യമാണ്. എല്ലാവരെയും ഈ ഒരു പ്രതികരണത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.